ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് ഞാൻ ന്യൂ ഇയറിന് ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ. സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല. അൽഫാമും ഹോം മെയ്ഡ് അൽഫാം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് പിന്നെ ഇത് പട്ടാക്കറാമ്പ് അങ്ങനെ ഉണ്ട് എല്ലാ സാധനങ്ങളും, മല്ലിമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, ഇത്രയും സാധനങ്ങൾ പൊടിച്ചിട്ട് തൈരിൽ മിക്സ് ചെയ്യുക, ഉപ്പ് ഇട്ടിട്ട് കേട്ടോ. ഇത് ചിക്കന് ഞാൻ കുറച്ച് ഭയങ്കര വലുതായിപ്പോയി അവർ കൊണ്ടു തന്നൊക്കെ. പക്ഷേ മുന്നേ ഞാൻ വാങ്ങിയപ്പോൾ ഇത്ര ഒരു വലുപ്പം ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഇപ്പോൾ ഈ ഇതൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈ എഡിറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് ഒരു ഇതിൽ ഓർമ്മ വന്ന കാര്യം പറയുകയാണ്. നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ പിന്നെ ഒരു ചപ്പാത്തി പലകയോ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് നമ്മളിതിന് പരത്തണമല്ലോ. പിന്നെ ഹോട്ടലിലൊക്കെ അങ്ങനെ ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ചുറ്റിക പോലത്തെ ഒക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷേ ഈ സംഭവം എന്നോട് അങ്ങനെ ചെയ്യാൻ മറന്നു പോയിട്ടോ. അതായത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതിപ്പോൾ വന്നിട്ട് ഒരുപാട് ടൈം എടുത്ത് അങ്ങനെ ഇതൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നിട്ട് നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഇത് വന്നിട്ട് ഇതാദ്യം ഇങ്ങനെ എന്താ പറയുക, തൈരിൽ ഈ പൊടിച്ച സാധനം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാനിതിങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബ് കണ്ടിട്ടാണ്. യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് ഞാൻ മുന്നേ ഉണ്ടാക്കിയത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ ഞാൻ കളർ ചേർത്തിട്ടില്ല. അതാണ് പിന്നെ ഇതിൻ്റെ കളർ കാശ്മീരി ചില്ലി അല്ല കേട്ടോ ചേർത്തത്, മറ്റേ മുളകുണ്ടല്ലോ എരിവുള്ള. അപ്പോൾ അതാണ് നന്നായിട്ട് എരിവ് ഇരിക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കിയത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ വെക്കാനുള്ള സമയമുള്ളൂ. പക്ഷെ 2 ഇല്ല, 1 മണിക്കൂർ വെക്കാനുള്ള സമയമുള്ളൂ. പക്ഷെ അത്ര വെച്ചാൽ പോരാ ശരിക്കും. കാരണം ഇത് ടോട്ടലി ഒരു 8 മണിക്കൂറെങ്കിലും ആവണം. ആദ്യത്തെ മസാല വെച്ചിട്ട് 3 മണിക്കൂറും പിന്നത്തെ മസാല വെച്ചിട്ട് ഒരു 5 മണിക്കൂറും കൂടി ആവണം കേട്ടോ. 2 മസാല നമ്മൾ വെക്കണമല്ലോ, അങ്ങനെ വെക്കുന്നത്. പക്ഷേ ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ള എങ്ങനെ വെച്ചാൽ പിന്നെ എല്ലാം കൂടെ ഒറ്റൊരു മസാല, അതായത് ഈ പൊടികളും പിന്നെ മറ്റേ രണ്ടാമത്തെ മസാല ഉണ്ടല്ലോ അതും കൂടി വന്നിട്ട് ഒറ്റൊരു തവണയായിട്ട് പിന്നെ തേച്ച് വെച്ചിട്ട് ഇത്ര ടൈം വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ടൈം, കൂടുതൽ ടൈം നോക്കുവാണെങ്കിൽ അത്രയും എരിവും പുളിയൊക്കെ അതിൽ ചേരും. ചെറുനാരങ്ങ ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഇത് വന്നിട്ട് ഞാൻ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടായിപ്പോയി കേട്ടോ. ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് തിരിയുമ്പോഴേക്കും ഇത് കുറച്ചധികം ചൂടായിപ്പോയി. അപ്പോൾ അത് കാരണം ഞാനിതൊന്ന് തണുപ്പിക്കാൻ വെച്ചു. പിന്നെ ഇതിനൊക്കെ അറിയാമല്ലോ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും കേട്ടോ. ഞാൻ മുന്നേ കുബൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അൽഫാം ഉണ്ടാക്കിയ സമയത്ത്. പക്ഷേ അതിങ്ങനെയല്ല ഞാൻ ആക്കിയത്. ഇങ്ങനെ വെച്ചാൽ ചൂട് പാലിൽ ഈസ്റ്റും പഞ്ചസാരയും കൂടി ഉപ്പും മിക്സ് ചെയ്ത് വെച്ചു. ഒരു 2-3 മിനിറ്റ് വെച്ചു. അപ്പോഴേക്കും അത് പൊങ്ങി വന്നു. എന്നിട്ട് ആ പാല് കൊണ്ട് ഇത് കുഴക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് വന്നിട്ട് പിന്നെ ഇതിലേക്ക് പൊടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാല് കുറവാന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കാം കേട്ടോ. ലൈറ്റ് ചൂടുവെള്ളം വേണം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ കുറേ വീഡിയോസ് കുക്കിംഗ് വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് വന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിലും എൻ്റെ ചാനൽ കൂടുതലായിട്ട് അറിയപ്പെട്ടിട്ടില്ല കേട്ടോ. അതെന്താ വെച്ചാൽ നമുക്ക് കമൻറ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഏതൊരാളും കമൻറ്റിലൂടെ കമൻറ്റ് ഇട്ടുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ പിന്നെ എന്തായാലും മോശം കമൻറ്റ് ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഞാനിപ്പോൾ രാത്രിയാണ് ഈ വോയിസ് കൊടുക്കുന്നത്, അതായത് 31-ാം തീയതി രാത്രി. ഇവിടെയൊക്കെ ന്യൂ ഇയറിൻ്റെ ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ്. ഞാൻ പോയിട്ടില്ല, എൻ്റെ മോളുണ്ട്, എൻ്റെ മോനും ഭർത്താവൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ടില്ല കേട്ടോ. DJ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ആരുമില്ല, റോഡ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 10 മണി കേട്ടോ. എന്നാൽ രാത്രി 10 മണിക്കാണ് ഈ വോയിസ് കൊടുക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതിൽ ഉള്ളി, തക്കാളി വലിയൊരെണ്ണം, പിന്നെ ഒരു ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ മുളകിട്ടത് കുറച്ച് എരിവ് കൂടിപ്പോയി കേട്ടോ. അപ്പോൾ കുട്ടിക്ക് കഴിക്കാനുള്ളതല്ല, ചെറിയ കുട്ടീൻ്റെ കൂടെ ഒരു 3.5 വയസ്സുള്ള മോള്. അപ്പോൾ ഓൾക്കും കൂടി കഴിക്കാനുള്ളത് കാരണം അവൾക്ക് തീരെ എരിവ് പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് എരിവ് കുറക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ കളറില്ലാത്തതിൻ്റെ ഒരു പോരായ്മ കാണാനുണ്ട്. എന്താ വെച്ചാൽ ഇതിങ്ങനെ അൽഫാം നല്ല റെഡ് കളറിൽ നിൽക്കുമല്ലോ, പക്ഷെ അത് വന്നിട്ട് ഞാൻ ചേർക്കായിട്ടാണ്
ഞാൻ മുന്നേ ചെയ്തതിന് ഞാൻ കളർ ചേർത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വീഡിയോ ഉള്ളത് കാരണം അത് കുറേ താഴെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. കാരണം കുറേ മുന്നെയാണ്, അതായത് കഴിഞ്ഞ വർഷം കണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ വന്നിട്ട് ഒരു 2 സ്പൂൺ ഒന്നിനും ഞാൻ പറയുന്നില്ല. കാരണം ഞാനൊരളവ് വെച്ചിട്ട് ചേർക്കുന്നില്ല. നമ്മൾ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുന്ന, അല്ലാതെ പുറത്ത് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ആ 1 കിലോ ഇങ്ങനെ വേണം, 1 കിലോ അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അളവ് ചേർത്ത് വിടായിരുന്നു. പക്ഷെ ഞാനിത് വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഒരു പാകത്തിന് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ അളവൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഒരു മണിക്ക് വെച്ചു. 2:30 ആയപ്പോൾ ഞാനിതെടുത്തു കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് 2:30 ആയപ്പോൾ ഇതെടുത്തു വന്നിട്ട് ഇതെന്തിനാ വെച്ചാൽ ഇതിനിപ്പോൾ നെക്സ്റ്റ് അടുത്ത മസാല കൂടി നമ്മൾ തേച്ച് പിടിപ്പിക്കണമല്ലോ. ഇത് വന്നിട്ട് കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നത്. ഇത് ഞാൻ ചിക്കൻ വലിയതായത് കാരണം അതിൻ്റെ മുകളിൽ നിന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ. ഇതെൻ്റെ മോൾക്ക് കൊടുക്കുക വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ആക്കിയെടുത്തത്. അധികം കട്ടി കൂടാതെ ആക്കിയിട്ടെടുത്തതാണ്. ഇപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യുമല്ലോ, അവൾ വേഗം കിടന്ന് ഉറങ്ങും. അപ്പോൾ അത് കാരണം കുറച്ച് വെന്തിട്ട് ഇതാക്കാൻ വിചാരിച്ചു കേട്ടോ. ഇത് വന്ന് ഞാൻ കയ്യിൽ തന്നെയാണ് തേച്ച് പിടിപ്പിക്കുന്നത്. സ്പൂണോടൊന്നും തേച്ച് ശരിയാവില്ല. നമ്മൾ കയ്യിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം, എന്ന് മാത്രമേ ഇതൊന്ന് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വണ്ടി വരുന്നുണ്ട്, 1 മിനിറ്റ്. പിന്നെ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ. ഈ ഒരു ഫോൺ വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്, വോയിസ് കൊടുക്കുന്നതോ എഡിറ്റ് ചെയ്യുന്നതോ എല്ലാം. സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ വലിയ വിലൻ്റെ ഫോണൊന്നുമല്ല, ചെറിയ വിലൻ്റെ ഒരു ഫോൺ. അപ്പോൾ അത്രയല്ലേ സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. വീഡിയോയിൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില വീഡിയോയിൽ ഞാൻ ശബ്ദം കൊടുക്കാൻ, വോയിസ് കൊടുക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, പിന്നെ നമ്മളറിയാമല്ലോ വൈറ്റ് സ്റ്റുഡിയോന്ന് മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വീഡിയോയിലേക്ക് കയറ്റിവിടുക ചെയ്യുന്നത്. ചിലതിൽ ഞാൻ വോയിസ് കൊടുക്കലില്ല കേട്ടോ. ഇത് വന്നിട്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി. വണ്ടീൻ്റെ ഇത് ആയത് കാരണം നമുക്ക് മൈക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ശബ്ദമൊക്കെ വെച്ച് ചെയ്യായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക, ഇടങ്ങാറാണ്. എന്നാലും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് മാത്രം. ഇത് വന്നിട്ട് വീഡിയോയിൽ ഞാൻ ഇതുവരെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ നാളെ ജനുവരി 1 ഞാനൊരു ഫേസ് കാണിച്ച് ഷോർട്ട് വീഡിയോ ചെയ്യണമെന്ന്, അതായത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, അല്ലാതെ പാട്ടോ ഡാൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് അതായത് ഞാൻ ഇത്രയും കാലം വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് കുറേ മോശം കമൻറ്റൊക്കെ കുറേ അധികം, അതായത് ലോങ് വീഡിയോയിൽ എനിക്ക് മോശം കമൻറ്റുകൾ 2-3 ചീത്തയായിട്ടും തെറിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെയില്ല. പക്ഷെ ഒരു വീഡിയോസിൽ മാത്രം ഒരു എന്താ പറയുക, കുറച്ചൊരു മോശമായിട്ടുള്ളൊരു സ്ത്രീകളെ അവമാനിക്കുന്ന രീതിയിലുള്ളൊരു കമൻറ്റ് വന്ന സമയത്ത് ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇനി വേറൊരാൾ കണ്ടിട്ട് എന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. പിന്നെ വന്നിട്ട് എന്താ പറയുക, അങ്ങനെ നമ്മൾ അൽഫാമിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അൽഫാമും കുബൂസുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുബൂസിൻ്റെ കണ്ടോ, ഇത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതായത് നന്നായിട്ട് ടൈറ്റിൽ മൈദാക്കിയിട്ടില്ല, ഒരു ലൈറ്റായിട്ട് ഇങ്ങനെ ഇതായിട്ട് ലൂസ് പോലെ ആക്കിയിട്ടാക്കി. അപ്പോൾ ഇത് വീഡിയോ അറിയാലോ, സ്റ്റാൻഡൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ സ്റ്റാൻഡിനെ ഓർഡർ ചെയ്തിട്ടു. ഇതിപ്പോൾ ഒന്ന് പറയാൻ കുറച്ച് ഉള്ളോട്ടാണ്. അപ്പോൾ എനിക്ക് സാധനം കിട്ടിയിട്ടില്ല കേട്ടോ. മഴ സമയത്തായത് കാരണം അവർ കൊറിയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് സ്റ്റാൻഡൊന്നും കിട്ടിയിട്ടില്ല ഫോണിൽ വെക്കാനുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കുബൂസിന് ഒരു 2, 4, 6 ബോൾസ് അല്ല 7 എണ്ണം കേട്ടോ ഇതിലായിട്ടുള്ളത്. 1/2 kg മൈദ ഇതുണ്ട് തോന്നുന്നു, ഇത്രയൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. അപ്പോൾ ബാക്കി പൊറോട്ടയും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം ഞാനും ഭർത്താവും 2 കുട്ടികളും മാത്രമേ ഉള്ളൂ. ചെറുത് പിന്നെ തീരെ ചെറുത്, പിന്നെ നമ്മൾ 3 ആളും. ഇപ്പോൾ ചിക്കൻ തന്നെ ഇത് കൂടുതലായിപ്പോയി നമ്മൾ വാങ്ങിയത്. നമ്മൾ ഒരു പീസ് വെച്ച് കണക്കിന് പറഞ്ഞു. അവരെന്താക്കി, ഒരു കോഴി 2 പീസ് വെച്ചിട്ട് അങ്ങോട്ട് വെട്ടി അങ്ങനെ അവർ പീസ് എടുത്തത്. അപ്പോൾ അത് കാരണം ചിക്കൻ ഒരുപാടായിപ്പോയി. പിന്നെ കുബൂസ് ഉണ്ടാവും, നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ലേ. ഇത് നല്ല രസം. ഇത് വെറുതെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ചായക്കൊക്കെ കൂടെ അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. ഇത് ഇങ്ങനെ കുബൂസ് ഏകദേശം സെറ്റായിട്ടുണ്ട്, നല്ല സോഫ്റ്റൊക്കെ ആയിട്ട്. അധികം പരത്തരുത്, അധികം പരത്തി അത് ചപ്പാത്തി പോലെ ഉണ്ടാവും. പക്ഷെ ബ്രെഡ് പോലെ നമുക്കിത് കിട്ടൂല. പിന്നെ വന്നിട്ട് കുബൂസ് ഓരോന്നായിട്ട് ആണ് കേട്ടോ. ചെറിയ പാനാണ്. അപ്പോൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എന്തായാലും ഫേസ് കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ വ്ലോഗൊക്കെ ഇനി ചെയ്യാൻ പോവാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക്
അല്ല, സപ്പോർട്ട് നിങ്ങളുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.